വ്യാജ പാസ്പോർട്ടുമായി നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ അംസാദ് ഹുസൈൻ ലക്ഷ്യം വെച്ചത് ബഹറിനിലേക്ക് കടക്കാനെന്ന് വിലയിരുത്തൽ. അംസാദ് ഹുസൈന് വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തി നൽകിയത് കൽക്കട്ടയിൽ നിന്നാണെന്നും കണ്ടെത്തൽ. സംഭവത്തിൽ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചു. അതേസമയം കൂടുതൽ ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് അംസാദിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയിൽ തിങ്കളാഴ്ച അപേക്ഷ നൽകും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബംഗ്ലാദേശിൽ നിന്നും കൽക്കട്ട വഴി നെടുമ്പാശ്ശേരിയിലെത്തിയ അംസാദ് ഹുസൈൻ പിടിയിലായത്. ഇയാൾ ബഹ്റിനിലേക്ക് കടക്കാനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നതെന്നും കൽക്കട്ടയിൽ നിന്നാണ് വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തിയതെന്നുമാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയത്. ബംഗ്ലാദേശിൽ നിന്നും എത്തുന്നവർക്ക് ലഭിക്കുന്നതിലും മികച്ച ശമ്പളം ബഹ്റിനിൽ ഇന്ത്യയിൽ നിന്നെത്തിയാൽ ലഭിക്കും എന്നതുകൊണ്ടാണ് വ്യാജ പാസ്പോർട്ട് വഴി പോകാൻ ശ്രമിച്ചതെന്നാണ് അംസാദ് ഹുസൈന്റെ മൊഴി. എന്നാൽ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യലിനായി അംസാദിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയിൽ ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകും. ഇതേസമയം സംഭവത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് സംഘം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത പ്രതി എറണാകുളം അത്താണിയിൽ വെച്ചാണ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. മണിക്കൂറുകൾക്കുള്ളിൽ അംസാദിനെ സാഹസികമായി പിടികൂടിയെങ്കിലും ഇയാൾ രക്ഷപ്പെടുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI അടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യവിലോപത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.